+2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 3 മാട്രിസസ് പാർട്ട് 2 എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ ദ മാട്രിക്സ് ക്യാപിറ്റൽ A equal to മാട്രിക്സ് 2 5 19 minus 7 35 minus 2 5/2 12 root 3 1 minus 5 17. Write first question the order of the matrix. Second, the number of elements. Third question, write the elements A13, A21, A33, A24, A23. ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ എ എന്ന മാട്രിക്സ് അതിൽ 3 റോ ആണുള്ളത്. ഫസ്റ്റ് റോ 2 5 19 minus 7. സെക്കൻഡ് റോ 35 minus 2 5/2 12. തേർഡ് റോ root 3 1 minus 5 17. അതേപോലെ ഫസ്റ്റ് കോളം 2 35 root 3. സെക്കൻഡ് കോളം 5 minus 2 1. തേർഡ് കോളം 19 5/2 minus 5. ഫോർത്ത് കോളം -7 12 17. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഓർഡർ ഓഫ് ദ മാട്രിക്സ്. നമുക്കറിയാം ഇവിടെ 3 rows and 4 columns, അതായത് ഓർഡർ 3/4. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 rows and 4 columns. Therefore, there are 3 into 4, that is 12 elements. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ എലമെൻറ്റ്സ് A13 ഫസ്റ്റ് റോയിലും തേർഡ് കോളത്തിലും. നമുക്കറിയാം ഫസ്റ്റ് റോ 2 5 19 minus 7. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ 19 5/2 minus 5. അപ്പോൾ ഫസ്റ്റ് റോയിലും തേർഡ് കോളത്തിലും വരുമ്പോൾ ആ എലമെൻറ്റ് 19. ദെൻ സെക്കൻഡ് A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. നമുക്കറിയാം സെക്കൻഡ് റോയിലും ഫസ്റ്റ് കോളത്തിലും വരുന്ന എലമെൻറ്റ് 35. ദെൻ A33 തേർഡ് റോ തേർഡ് കോളം ഈസ് -5. A24 സെക്കൻഡ് റോ ഫോർത്ത് കോളം ഈസ് 12. Then A23 second row third column is 5/2. Then second question, if a matrix has 24 elements, what are the possible orders it can have? അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 elements. ഒരു മാട്രിക്സിൽ 24 എലമെൻറ്റുകളാണുള്ളത്. അതിൻ്റെ പോസിബിൾ സാധ്യമായ ഓർഡറുകൾ നമുക്കറിയാം. 24 എലമെൻറ്റുകളാണ് ഉള്ളത് എങ്കിൽ ഒരു റോ ആണെങ്കിൽ 24 കോളം വേണ്ടി വരും. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ 1/24. രണ്ട് റോ ആണെങ്കിൽ 2 into 12. തേർഡ് റോ ആണെങ്കിൽ 3 rows ആണെങ്കിൽ അതായത് 8 കോളംസ് വേണ്ടി വരും. അതായത് 3 into 8 ആണ് 24. 24ൻ്റെ മറ്റൊരു പോസിബിലിറ്റി 4 rows and 6 columns. Then 6/4, 8/3, 12/2, 24/1 are the possible orders. Then അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 elements. 13 എലമെൻറ്റുകളാണെങ്കിൽ ഇവിടെ 13 എന്ന് പറഞ്ഞാൽ 13 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈം നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് 1 and 13 ആണ്. അതുകൊണ്ട് പോസിബിൾ ഓർഡേഴ്സ് 1/13 അല്ലെങ്കിൽ 13/1. തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് എ മാട്രിക്സ് ഹാസ് 18 elements, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 elements? നേരത്തെ ചെയ്ത പോലെ തന്നെ 18 എലമെൻറ്റുകളാണ് എങ്കിൽ ഒരു റോ ആണ് ഉള്ളത് എങ്കിൽ 18 കോളം വേണ്ടി വരും. അതായത് 1/18. ദെൻ രണ്ട് റോ ഉണ്ടെങ്കിൽ 9 കോളംസ് മതിയായിരിക്കും. കാരണം 2 into 9 ആണ് 18. ദെൻ 3 rows ഉണ്ടെങ്കിൽ 3 into 6 ആണ് 18. ദെൻ തിരിച്ച് 6/3 9/2 18/1. ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5 elements ആണ് എങ്കിൽ 1/5 അല്ലെങ്കിൽ 5/1 ആർ ദ പോസിബിൾ ഓർഡേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് എ 2/2 മാട്രിക്സ് ക്യാപിറ്റൽ A equal to മാട്രിക്സ് Aij whose elements are given by. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Aij equal to I plus j all square by 2. ഇവിടെ നമുക്കറിയാം
2/2 ആണ് ഓർഡർ, അതായത് 2 rows and 2 columns. ഇപ്പോൾ 2 റോയും 2 കോളവുമാണെങ്കിൽ അതിലെ എലമെൻറ്റുകൾ A11, A12, A21, A22. അതായത് ഫസ്റ്റ് റോയിൽ വരുന്നത് A11, ദെൻ A12, ഇതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ വരുന്നത് A21, A22. ഇവിടെ A11 കാണാൻ I equal to 1, J equal to 1. Therefore, A11 equal to 1 plus 1 whole square by 2. That is 2 square by 2. 4 by 2 equal to 2. ഇപ്പോൾ A11 എന്ന എലമെൻറ്റ് നമുക്ക് കിട്ടി 2. Then A12, put I equal to 1, J equal to 2. That is 1 plus 2 whole square by 2. 1 plus 2 equal to 3. 3 square by 2, that is 9 by 2. A21, put I equal to 2 and J equal to 1. That is 2 plus 1 whole square by 2. 2 plus 1 whole square, that is 3 square, that is 9 by 2. Then A22, put I equal to 2 and J equal to 2. Iക്കും Jക്കും 2 കൊടുത്താൽ 2 plus 2 whole square by 2. അതായത് 2 plus 2, 4 square, that is 16 by 2, which is equal to 8. ഇപ്പോൾ നമുക്കിവിടെ 4 എലമെൻറ്റുകൾ കിട്ടി. A11 equal to 2, A12 equal to 9 by 2. അതായത് ഫസ്റ്റ് റോ 2, 9 by 2. സെക്കൻഡ് റോ 9 by 2 and 8 is the required matrix. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Aij equal to I by j. Put I equal to 1 and j equal to 1. Then we get A11. Therefore, A11 equal to 1 by 1 equal to 1. Then A12, put I equal to 1 and j equal to 2, that is 1 by 2. A21, put I equal to 2, j equal to 1, 2 by 1 equal to 2. To find A22, put I equal to 2, j equal to 2, A22 equal to 2 by 2 equal to 1. അതുകൊണ്ട് നമുക്ക് കിട്ടിയ എലമെൻറ്റുകൾ A11 equal to 1, A12 equal to 2. അതായത് ഒന്നാമത്തെ റോ 1, 1 by 2. രണ്ടാമത്തെ റോ 2, 1 is the required matrix. Therefore, capital A equal to matrix 1, 1 by 2, 2, 1. Then ഇതിൽ third question. Aij equal to I plus 2j whole square by 2. ഇതും 2 by 2 മാട്രിക്സ് ആണ് കാണാനുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാനുള്ളത് A11, A12, A21, A22. A11 equal to കിട്ടിയ വാല്യൂ 1 plus 2 whole square by 2. That is 1 plus 2 equal to 3, 3 square, 9 by 2. A12 equal to, put I equal to 1 and j equal to 2. That is 1 plus 4 whole square by 2. 1 plus 4, 5 square, 25 by 2. Then A21, put I equal to 2 and j equal to 1. കിട്ടിയ ആൻസർ 2 plus 2 whole square by 2. That is 4 square, 16 by 2 equal to 8. A22 equal to, put I equal to 2, j equal to 2. അതായത് 2 plus 4 whole square by 2. 2 plus 4, 6. 6 square, 36 by 2 equal to 18. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് A11 equal to 9 by 2, A12 equal to 25 by 2, A21 equal to 8, A22 equal to 18. അതായത് ഫസ്റ്റ് റോ കിട്ടുന്നത് 9 by 2, 25 by 2. സെക്കൻഡ് റോ വരുന്നത് 8 and 18 is the required matrix. Okay, thank you. Have a nice day. ഈ ചാപ്റ്ററിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.